നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ എന്താണെന്നും യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ എന്താണെന്നും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നും പറഞ്ഞിട്ട് നമ്മൾ മലപ്പുറം ജില്ലയിലെ തൃപ്പനച്ചിയിലെ ജാബിർ ഷിബു എന്നുള്ള രണ്ട് സുഹൃത്തുക്കൾ ചെയ്തിരുന്ന ഈ കസ്തൂരി മഞ്ഞൾ കൃഷിയെ പറ്റിയിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ആണ് യഥാർത്ഥത്തിൽ ഏതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ എന്ന് ശരിക്കും ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചത്, ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക്. കാരണം മഞ്ഞക്കൂവയാണ് വ്യാപകമായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവരെ കണ്ടെത്തുകയും ഇവർ ഈ കസ്തൂരി മഞ്ഞൾ ചെയ്യുന്ന രീതി നമ്മൾ പുറം ലോകത്തെ അറിയിച്ചതും. അവർ ഒരു വർഷം ചെയ്തത്, അതായത് കഴിഞ്ഞ വർഷം ചെയ്ത കൃഷി വളരെ വിജയകരമായ രീതിയിലേക്കാണ് എത്തിയത്. കാരണം ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് നമ്മുടെ വീഡിയോ മുഖാന്തരം ഒരുപാട് ആളുകൾ ഇവരെ കോൺടാക്റ്റ് ചെയ്യുകയും അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും ഇതിനെപ്പറ്റി പഠിക്കാൻ വരികയും അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഇതിൽ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാവശ്യം ജാബിറും ഷിബുവും കൂടി ഒരു 3 ഏക്കറോളം നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അവരുടെ ഒരു വിജയകഥയാണ്. എന്താണ് അവർ ഈ കസ്തൂരി മഞ്ഞളിനെ ഇത്രയും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ അവർക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണെന്നും ഇത് ജനങ്ങൾ ഇത്രത്തോളം ഏറ്റെടുക്കാൻ കാരണം ഈ കസ്തൂരി മഞ്ഞളിന് എന്താണ് ഇത്ര പ്രത്യേകതയെന്നും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നും നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ജാബിറിൻ്റെ ഷിബുവിൻ്റെയും പുതിയ ഈ ഒരു തോട്ടത്തിലെ ഈ ഒരു വിശേഷങ്ങൾ നമുക്ക് കാണാം. നമുക്ക് കണ്ടിട്ട് നമുക്ക് വിലയിരുത്താം ഇവർ ഈ ഒരു വിജയം എന്താണെന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ നിങ്ങളൊരു തുടക്കത്തിലായിരുന്നു. അതായത് കസ്തൂരി മഞ്ഞൾ കൃഷി എന്താണെന്ന് നിങ്ങളും പഠിച്ചു വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മൾ യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ എന്താണെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ നല്ലൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റി. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്തായിരുന്നു? നമ്മുടെ കഴിഞ്ഞ വീഡിയോ വന്നപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാലം ഇപ്പോൾ നിങ്ങൾ വലിയ രീതിയിൽ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് എത്താൻ ഉണ്ടായൊരു കാരണം എന്താണ്? നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് ഓർഗാനിക് കേരളത്തിൻ്റെ? തീർച്ചയായിട്ടും നമ്മുടെ ഓർഗാനിക് കേരളത്തിൻ്റെ ഈ ഒരു വീഡിയോ അതുവഴി നമ്മൾ 2-3 വർഷമായിട്ടുണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതാണ് ഒരു ഓൾ കേരള ലെവലിലും അതിൻ്റെ അപ്പുറത്തേക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് പോലും നമ്മളെ ഈ ഒരു വീഡിയോ കാണുകയും ഇതിനെ പറ്റിയിട്ട് പിന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് കിട്ടുകയും അതിനൊക്കെ സഹായകമായിട്ടുണ്ട്. ഈ എൻക്വയറി വരികയും നിങ്ങൾക്ക് അന്ന് ഉണ്ടാക്കിയ ഇതിൻ്റെ ശരിക്കും നമ്മൾ അന്ന് കാണിച്ചത് കസ്തൂരി മഞ്ഞൾ നമ്മൾ പൊടിയായിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് മഞ്ഞക്കൂവയൊക്കെ ഇങ്ങനെ കസ്തൂരി മഞ്ഞൾ എന്നുള്ള രീതിയിൽ കൊടുത്തിരുന്ന സമയത്താണ് നിങ്ങളുടെ ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ശരിക്കും ആളുകൾക്കുള്ള കൺഫ്യൂഷൻ നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പൊടിയൊക്കെ നിങ്ങൾക്ക് വിറ്റ് പോയോ? അതായത് നിങ്ങൾക്കൊരു ലാഭകരമായ രീതിയിലേക്ക് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരുപാട് ഓർഡറുകൾ വരികയും ഒരുപാട് ആവശ്യക്കാർ അതിലുപരി ആ ആവശ്യക്കാർ അത് ഉപയോഗിച്ചിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് അതിൽ വലിയൊരു സന്തോഷമുള്ള കാര്യം. നമ്മളൊരു സാധനം കൊടുക്കുന്നതിലുപരി അതൊരു ബിസിനസ് എന്നുള്ളതിനപ്പുറത്തേക്ക് അവരതിൻ്റെ ഒരു റിസൾട്ട് നന്നായിട്ടുണ്ട്, ഇനിയും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്ഥിരം കുറേ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കി തരാൻ ഇത് സഹായകമായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 1 ഏക്കറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കൊരു 3 ഏക്കറയോളം ഈ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ വിജയമാണെന്നാണ് എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്. കാരണം നിങ്ങൾ ചെയ്തിരിക്കുന്നതും വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ തെളിമയോടാണ് നിങ്ങളുടെ ഈ ഒരു 3 ഏക്കർ കസ്തൂരി മഞ്ഞൾ നിൽക്കുന്നത്. ഇത്രയും ഒരു കൂടുതൽ ഇത് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യം എന്തായിരുന്നു? അതായത് അത്രയും ആളുകൾ നിങ്ങൾക്ക് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്താ ഇത്രയും കൂടുതൽ ചെയ്യാനുള്ളൊരു കാരണം? ഇത് കൂടുതൽ നമ്മളിത് കൃഷി ചെയ്യാനുണ്ടായ പ്രധാന കാരണം ഇതിൻ്റെ എൻക്വയറി തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ എൻക്വയറി വരികയും നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും, ഇപ്പോൾ ജാബിർ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റേറ്റിന് പുറത്തു നിന്നും അതുപോലെ പുറം രാജ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഇതിൻ്റെ എൻക്വയറി കൂടുതലായിട്ട് വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടേണ്ട ഒരു ഇത് വന്നപ്പോൾ അപ്പോൾ നമ്മൾ ഇത്തവണ ഒരു 3 ഏക്കറിലേക്ക് അത് വ്യാപിപ്പിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണ് 3 ഏക്കർ ഇത് ചെയ്യുമ്പോഴേ നമ്മുടെ ഒരു എത്ര പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കാം? നിങ്ങളൊരു കാഴ്ചപ്പാടിൽ എത്ര ഇതുണ്ടായിരിക്കും? 3 ഏക്കറിൽ ചെയ്യുമ്പോൾ 1 ഏക്കറിൽ നിന്ന് നമുക്ക് ഏകദേശം നമ്മൾ വിളവ് പ്രതീക്ഷിക്കുന്നത് ഒരു 3500 മുതൽ 4000 കിലോ വരെയാണ് കിഴങ്ങ് പ്രതീക്ഷിക്കുന്നത്. 4000 കിലോ വരെ 1 ഏക്കറിൽ നിന്ന്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു എത്ര ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ? പൊടി 1 കിലോക്ക് ആവറേജ് നമ്മൾ പറയുമ്പോൾ 1 കിലോക്ക് 6 കിലോ പൊടിച്ചു കഴിഞ്ഞാൽ
ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ പൊടി കിട്ടും. 6 കിലോ പച്ച ഉണക്കി കഴിഞ്ഞാലാണ് നമുക്ക് 1 കിലോ പൊടി കിട്ടുക. ഏകദേശം 5 to 6 കിലോ എന്നാ പറയാം. 5 to 6 കിലോ. ഒരു 6 കിലോയുടെ ഉള്ളിൽ പച്ച എടുത്ത് നമ്മൾ അരിഞ്ഞ് ഉണക്കി കഴിഞ്ഞാലാണ് 1 കിലോ നമുക്ക് പൊടി കിട്ടുക. നമ്മളിപ്പോഴും അങ്ങനെ അന്ന് നമ്മൾ ഇതേപോലെ അരിഞ്ഞ് ഉണക്കി നമ്മളതിനെ പൊടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതെ അതെ. ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? അതായത് ഇത്രയും പ്രൊഡക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു ഇത് വേണ്ടി വരുമല്ലോ. നമ്മളിപ്പോൾ അടുത്ത വർഷം ഇപ്പോൾ ഇതിന്റെ ഒരു വിളവെടുപ്പ് കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ അതിനുള്ള മെഷീനറീസ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡ്രയർ ആവശ്യമായിട്ടുണ്ട്. കാരണം ഇത്രയും ബൾക്കായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോൾ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൃഷിയിൽ മാത്രമല്ല നമ്മൾ കൃഷി ഒതുങ്ങുന്നത്. അപ്പോൾ നമ്മളൊരു 3-4 കർഷകർ വേറെ നമുക്ക് കൃഷി ചെയ്ത് തരുന്ന ആളുകളുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇത് എടുത്തിട്ട് പിന്നെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ട്. അതുപോലെ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് 2-3 മെഷീനറിയുടെ ആവശ്യമുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു മില്ലും അത് ചോപ്പർ അത് കട്ട് ചെയ്യാനുള്ള മെഷീനുകളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എല്ലാം നമ്മളതായിട്ടുള്ള ഒരു 100% അതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതും കൂടിയാണ് അതിന്റെ ഉദ്ദേശം. പരിപൂർണമായിട്ട് നമ്മളിൽ ഒതുങ്ങിക്കൊണ്ട് ഇത്, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും A to Z നമ്മൾ ചെയ്തിട്ട് വിപണിയിലേക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ വർഷം ബ്രാൻഡിങ് എന്നുള്ളൊരു ആശയം ഞങ്ങൾ മുന്നിലേക്ക് വെച്ചിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ക്വാണ്ടിറ്റി, ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യുക എന്നുള്ള രീതിക്ക് വന്നപ്പോൾ. അപ്പോൾ ഇത്തവണ നമ്മൾ അതുകൊണ്ട് കൂടിയാണ് പ്രൊഡക്ഷൻ ഇത്തവണ കൂട്ടിയത്. ഞങ്ങളിപ്പോൾ ഒരു ജനുവരിയോട് കൂടിയിട്ട് ബ്രാൻഡ് ആവുകയാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷം എന്തായാലും നമ്മൾ ഇത് വിപണിയിൽ എത്തിക്കും, മാർക്കറ്റിൽ എത്തിക്കാനുള്ള പരിപാടിയിലാണ്. അതെ അതെ. ഈ 3 ഏക്കറിലെ നമ്മളിപ്പോൾ ഈ വിത്ത് ഇട്ടിട്ട് ഇതിപ്പോൾ എത്രയായി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ? ഇതിന്റെ വളർച്ച എന്നാണ് ഇപ്പോൾ ഈ കാണുന്നത്. 3 മാസം വളർച്ച എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ തൈകൾക്കൊക്കെ. നമ്മൾ ഏകദേശം മെയ് മാസം പകുതിയോട് കൂടിയാണ് നമ്മൾ ഇത് വിത്തിട്ടത്. നമുക്ക് 7 മാസത്തിന് മുകളിൽ വേണം. 8 മാസത്തോളം വേണം. 8 മാസത്തോളം വേണം. 8 മാസം. അപ്പൊ ഇനി ഒരു 4 മാസത്തിന്റെ അടുത്തുണ്ടല്ലേ? ഒരു ഡിസംബർ അവസാനത്തോടു കൂടി വിളവെടുപ്പ് പ്രതീക്ഷിക്കാന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തവണ മഴ കൂടുതലായ കാരണം നമുക്ക് വിളവെടുപ്പ് കുറച്ച് ലേറ്റ് ആയി. കാരണം ജനുവരിയിൽ പ്രതീക്ഷിച്ചിരുന്നത് പിന്നെയും ഫെബ്രുവരിയിലേക്കൊക്കെ വന്നുപോയി. ഫെബ്രുവരി പകുതിയിലാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ വിളവെടുക്കുന്നത്. കാരണം മഴ ഇതിന് വലിയ ഘടകം തന്നെയാണ്. കാരണം ആ ഒരു സമയത്ത് മഴ സ്റ്റോപ്പ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു വേനൽക്കാലത്ത് ഇതിന് കണ്ടന്റ് മൂപ്പാവില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം ഇതിനുണ്ട്. അപ്പോൾ ഇത്തവണ മഴ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പ്രതീക്ഷ ഒരു ഡിസംബർ അവസാനത്തോട് കൂടി തന്നെ നമുക്ക് വിളവെടുക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ശരിക്കൊരു തുടക്കമായിരുന്നല്ലോ നിങ്ങൾ. ശരിക്കും ഇപ്രാവശ്യം ഇത്രയും വൈഡായിട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ, അതായത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ നിന്നുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്രാവശ്യത്തെ കൃഷിയിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതിപ്പോൾ വളം കൊടുക്കുന്നാലും ശരി, മണ്ണൊരുക്കുന്നാലും ശരി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ. അതിലൊക്കെ എന്തെങ്കിലും ഒരു പ്രകടമായ മാറ്റം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? അതെ, നമ്മൾ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2-3 വർഷമായി നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ തോതിലേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ ഉള്ള പാഠങ്ങൾ, ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. അതിനൊക്കെ പരമാവധി പരിഹരിക്കാൻ ശ്രമിച്ചും കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വളം ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിന് തടമെടുക്കുന്ന രൂപമാണെങ്കിലും, തടം മീൻസ് ഇതിൻ്റെ തറ ചെയ്തതൊക്കെ 3 ചെയ്ത ചില പ്ലോട്ടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, 2 ചെയ്തത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2-3 ആണ് നമ്മൾ അതിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇത്. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള വിടുത്ത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു രൂപത്തിലേക്കാണ് മാറിയത്. അതുപോലെ തന്നെ നമ്മൾ വളം ചെയ്ത സമയത്തും ചാണകം ഇട്ട് കഴിഞ്ഞാൽ റിസൾട്ട് എന്താണെന്നുള്ളതും, അതിൻ്റെ കോഴിവളം ചെയ്ത് കഴിഞ്ഞാലുള്ള റിസൾട്ട് എന്താണെന്നുള്ളതും, ഈ തരത്തിലുള്ള ഒരു പരീക്ഷണം കൂടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ നടത്തിയിരുന്നു. ഇപ്രാവശ്യം അതിലേറ്റവും ബെസ്റ്റ് സംഭവങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്രാവശ്യം എന്താണ് നിങ്ങൾ വളം എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? നമ്മൾ പിന്നെ ചാണകമായിരുന്നു അതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അടിവളമായിട്ട് നമ്മൾ ചാണകവും ഉപയോഗിച്ചിട്ടുണ്ട്, ചാരം ഉപയോഗിച്ചിട്ടുണ്ട്. അടിവളമായിട്ട് ചാരം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ഇത് തന്നെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഒരു വളം കൊടുത്തു കഴിഞ്ഞു. അതായത് നമ്മൾ വിത്ത് നട്ട് 2 മാസത്തിന് ശേഷം ഫസ്റ്റ് വളം നമ്മൾ കൊടുത്തു. കോഴിവളമാണ് കൊടുത്തത് ഫസ്റ്റ് വളമായിട്ട്. അതെ. നമ്മൾ പരിപൂർണമായിട്ടും ഓർഗാനിക് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല ഏതൊരു കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുമ്പോഴും. തീർച്ചയായിട്ടും ഇത് ആ ബെനിഫിറ്റ് ആണ്. അല്ലെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, വീണ്ടും അവർ ചോദിക്കുന്നു നമുക്ക് ഇനിയും വേണം, നല്ല ഗുണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവുകയാണ്. അതാണ് അതിന്റെ ഏതൊരു സാധനം ഓർഗാനിക് ആയിട്ട് കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വരും. രാസവളമിട്ട് കൃഷി ചെയ്യുന്ന രീതിക്ക് ആയിരിക്കില്ല നമ്മുടെ കസ്തൂരി മഞ്ഞളിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടാവുക.
അപ്പം നമ്മൾ ക്വാളിറ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് എല്ലാ സമയത്തും നമ്മൾ കൃഷി ഇറക്കുന്നത്. അന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കേന്ദ്രീകരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇന്ന് നമുക്കിത് ഇൻ്റർനാഷണൽ ലെവൽ വരെ നമുക്ക് അയക്കാൻ പറ്റുന്നൊരു സൗകര്യം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയും കൂടി ഉണ്ടോ? ഇതിൻ്റെ ഈ വിളവെടുത്ത് കഴിഞ്ഞാൽ ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് കൂടി അയക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ ഇത് ബ്രാൻഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ പുറത്തേക്ക് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, ദൈവം സഹായിച്ച് ചിലപ്പോൾ നമുക്കത് പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻക്വയറീസ് ഉണ്ട്, നമുക്ക് എൻക്വയറീസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ഈ കോവിഡ് കാലം ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ കുറച്ച് ആളുകൾ പല ഭാഗങ്ങളിലായിട്ട് ചെയ്യുന്നുണ്ട്, അവരെ ഒരു സപ്പോർട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിത് നല്ല രീതിയിൽ വൈഡായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു കൃഷിയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്, അയാൾക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഇപ്പോൾ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറാണോ? എന്താണ് നിങ്ങളൊരു ഇത്? നിങ്ങൾ ഇങ്ങനൊരു ബ്രാൻഡായിട്ടൊരു സാധനം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണല്ലോ. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കേരളത്തിലുള്ള കർഷകരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഈ കസ്തൂരി മഞ്ഞൾ ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയിൽ ചെയ്യുന്ന കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് തന്നെ ശേഖരിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റായി കൊടുക്കാവുന്നതാണ്. ഇതൊരു ബിസിനസ്സിൻ്റെ ഭാഗം കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, പല സ്ഥലങ്ങളിലും പോകുമ്പോൾ നമ്മൾ സാധാരണ കാണാറുണ്ട്, ഇപ്പോൾ നല്ല ഫാമുകളിലൊക്കെ ഏതെങ്കിലും ആളുകൾക്ക് ഇതിൻ്റെ തയ്യോ മറ്റേ കസ്തൂരി മഞ്ഞളെന്നല്ല ഏത് സാധനങ്ങളും തയ്യോ കാര്യങ്ങളൊക്കെ വെച്ച് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ഇതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള ഉദ്ദേശമുണ്ടോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും. പക്ഷേ ഇതിലെ ഒരു പ്രശ്നമുള്ളത്, പലപ്പോഴും ആളുകൾ വിളവ് കൂടുക എന്നുള്ളതിന് മാത്രം പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നമ്മളെ ക്വാളിറ്റിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. വിത്തും കാര്യങ്ങളൊക്കെ നമ്മൾ ആർക്ക് വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകരെ ഞങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ പറ്റുന്നവരെ മാത്രമേ നമുക്കതിലേക്ക് ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയും കൂടി ചെല്ലുമ്പോഴേക്ക് നമ്മുടെ ചാനലിലൂടെ വരുമ്പോഴേക്ക് ഒരുപാട് യുവാക്കൾ ഒരു പക്ഷേ ഈ കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾ ഈ കസ്തൂരി മഞ്ഞൾ കൃഷിയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെ ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിക്കും ഈ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ സാധ്യത നമ്മുടെ കേരളം പോലുള്ള ഈ ഒരു കൊച്ചു സ്ഥലത്ത് കസ്തൂരി മഞ്ഞളിൻ്റെ കൃഷിക്ക് എത്രത്തോളം സാധ്യതയുണ്ട്? ഇതിൻ്റെ മാർക്കറ്റ് എങ്ങനെയാണ്? എന്താണ് നിങ്ങളൊരു കാഴ്ചപ്പാട്? ഇവിടെ ശരിക്കും കസ്തൂരി മഞ്ഞൾ എന്നുള്ളതല്ല, ഒരുപാട് തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ മുന്നിലുണ്ട്. അതിനൊക്കെ കണ്ടറിഞ്ഞ് അതിൻ്റെ മാർക്കറ്റും കാര്യങ്ങളുമൊക്കെ സ്വന്തം നമ്മുടെ ഒരു പ്രയത്നം കൊണ്ട് അതിനെ കണ്ടെത്തുക, അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. കസ്തൂരി മഞ്ഞളിൽ അപ്പുറം വേറെ ഏത് കൃഷിക്കും നല്ല സാധ്യത ഉണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ. കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇതിനൊരു സ്ഥിരം മാർക്കറ്റ് ഇല്ല. ഇപ്പം നമ്മളൊരു മഞ്ഞൾ കൃഷി ചെയ്തു, സാധാരണ നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾ കൃഷി ചെയ്താൽ നമുക്കൊരു സ്ഥിരം സ്ഥലത്ത് നമുക്കത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. അതിന് ക്യാഷ് കുറച്ച് കുറവാണെങ്കിലും നമുക്കത് എപ്പോഴാണോ പറിച്ച് നമ്മളത് റെഡിയാവുന്ന ആ സമയത്ത് കൊണ്ടുകൊടുത്താൽ അതിന് മാർക്കറ്റിൽ എടുക്കാൻ പറ്റും. പക്ഷേ അതുപോലെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഇവിടെ നമ്മൾ വെറും കൃഷി മാത്രമല്ല ചെയ്യുന്നത്, ഇതിന് വേണ്ട ആളുകളെ കണ്ടെത്തുക എന്നുള്ളതും കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അവിടെയാണ് നമ്മുടെ സക്സസ് കിടക്കുന്നത്. അത് ഒരു പരിധി വരെ ഇപ്പോൾ നിങ്ങൾക്ക് വിജയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആളുകൾ തുടർച്ചയായിട്ട് നിങ്ങളോട് ഇത് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഈ കസ്തൂരി മഞ്ഞൾ പ്രധാനമായിട്ടും പോകുന്നത് ഈ കോസ്മെറ്റിക് മേഖലയിലേക്കൊക്കെ അല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള കമ്പനികളെയോ മറ്റു കാര്യങ്ങളെയോ ഒക്കെ നിങ്ങൾക്ക് സമീപിക്കാൻ കഴിയില്ലേ? അതൊരു വലിയൊരു മാർക്കറ്റ് അല്ലേ ഇതിൻ്റെ? തീർച്ചയായിട്ടും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കരമായ സാധ്യതകൾ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ. കാര്യം ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ കൃഷിയിലേക്ക് വന്നിട്ടുള്ളൂ, കുറച്ച് പേര് മാത്രമേ ഇതിൻ്റെ സാധ്യതകളും അറിഞ്ഞ് കൃഷി ചെയ്യുന്നവരുള്ളൂ, ഇപ്പോൾ നമ്മളെ പോലെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ എന്താ പറയുക, ഹെവി കമ്പനികൾ നമ്മളെ ഇതുവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു റോ മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് കൊടുക്കാനുള്ള ഒരു പ്ലാനിലും കൂടെ സോപ്പ് നിർമ്മാണം, കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ, അതെ, കുറച്ച് ആയുർവേദ കമ്പനികൾ, അതുപോലത്തെ കുറച്ച് കമ്പനികൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ബൾക്കായിട്ട് ഇതിൻ്റെ റോ മെറ്റീരിയൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിനൊരു സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ പുതിയതായിട്ട് വരുന്ന കർഷകരോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിപണി അറിഞ്ഞിട്ട് മാത്രം കൃഷി ചെയ്യുക. നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു കസ്തൂരി മഞ്ഞൾ എന്നുള്ള സാധനമല്ല, ഇടനിലക്കാരില്ലാതെ
നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഏത് സാധനവും മാർക്കറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയുണ്ട്. ഇടനിലക്കാരുടെ ചൂഷണം കൊണ്ടാണ് പല കർഷകരും പല കൃഷിയും ഉപേക്ഷിച്ചിട്ട് മറ്റുള്ള മേഖലകളിലേക്ക് ഇതുവരെ തിരിഞ്ഞൊരു പ്രവണത നമ്മൾ എപ്പോഴും കണ്ടുവരുന്നത്. ഓക്കെ, അതോട് കൂട്ടി പറയാനുള്ളത്, നമ്മൾ ഒരു പ്രാവശ്യത്തെ വിളവല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇപ്രാവശ്യം നമ്മൾ പരമാവധി പ്രൊഡക്ഷൻ കൂട്ടി ഒരുപാട് രാസവളമൊക്കെ ഇട്ട് നമ്മൾ ചെയ്തു. അതിൽ ക്വാളിറ്റി നോക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അതിനൊരു നിലനിൽപ്പുണ്ടാവണമെങ്കിൽ നമ്മളെ ക്വാളിറ്റി എന്നുള്ള, നമ്മൾ ലോകത്തുള്ള ഏത് കമ്പനി എടുത്താലും നോക്കിയാലും അറിയാം എവിടെയാണോ നിലനിൽപ്പ് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളതാണ്. ക്വാളിറ്റി എന്നുള്ള സാധനത്തിന് ജീവിതത്തിൽ ഭയങ്കരമായ ഒരു പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. അത് ഇനി കൃഷി ആയാലും എന്ത് സാധനമായാലും നമ്മൾ കൊടുക്കുന്ന സാധനം നമുക്കൊരു 10 രൂപ ഒരാൾ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു 11 രൂപയുടെ ക്വാളിറ്റി വാല്യൂ നമ്മൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ഈ കൃഷിയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം. ശരിക്കും ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒരു അനന്തമായ സാധ്യത എന്താണെന്ന്. ശരിക്കും കസ്തൂരി മഞ്ഞൾ എൻ്റെ ഒരു ഉപയോഗം എന്താണ്, അതിൻ്റെ എത്രത്തോളം ഒരു വ്യാപ്തി ഉണ്ട് അതിന്? ഇത് ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇത് പിന്നെ എന്താ പറയുക, നമ്മൾ മുഖക്കുരു ഇത് കാര്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, മുഖത്തിനുള്ള ഏത് പ്രശ്നത്തിനും, അതായത് സൗന്ദര്യ കൊണ്ട് ഉണ്ടാവുന്ന മുഖത്തിനുണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തിനും ഒരു പരിഹാരമാണ് ഈ ഒരു കസ്തൂരി മഞ്ഞൾ. അതായത് മുഖക്കുരു, അതായത് മുഖക്കുരു കൊണ്ട് അതിനുശേഷം ഉണ്ടാവുന്ന പാടുകൾ, കറുത്ത പാടുകൾ, പിന്നെ അതുപോലെ നിറവ്യത്യാസം, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ചിക്കൻ ബോക്സിന്റെ പാടുകൾ, പിന്നെ മുറിവുകൾ, അതായത് നമുക്ക് ചൊറി പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ദേഹത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷനാണ്. പിന്നെ അതുപോലെ തീപ്പൊള്ളലിന്റെ പാടുകൾ, പിന്നെ തീപ്പൊള്ളലിന്റെ പാടൊക്കെ ഇത് പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തെ ഒരു 2 ആഴ്ച തന്നെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ ഉപയോഗിച്ച ആളുകൾ നമ്മളടുത്ത് പറയുന്ന ഇത് നമ്മൾ പറയാൻ തന്നെ കാരണം നമുക്കിത് അതിൻ്റെതായ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയത് കൊണ്ടാണ്. ഇത് ഏക ഒരു കാര്യം, നമ്മൾ കരിമംഗലം എന്നുള്ളൊരു പ്രശ്നം ചിലർക്ക് മുഖത്തുണ്ടാവാം. കരിമംഗലം ചിലർ അങ്ങനെ പറയാറുണ്ട്. അപ്പം അതിന് ഇത് യൂസ്ഫുൾ അല്ല. കാരണം 1-2 പേര് അതിന് യൂസ് ചെയ്തിട്ട് ഇതിന് റിസൾട്ട് കിട്ടിയിട്ടില്ല ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ട്. അപ്പൊ അല്ലാത്ത മുഖത്തുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ഈവൻ നമ്മുടെ ഗർഭിണികൾ പ്രസവശേഷം ഉണ്ടാവുന്ന സ്ട്രെച്ച് മാർക്കുകൾ, വയറിലുണ്ടാവുന്ന സ്ട്രെച്ച് മാർക്കുകൾ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങൾക്കും ഇതൊരു നല്ല വലിയ പരിഹാരമാണ്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഒരു കസ്റ്റമർക്ക് ഈ സാധനം അയച്ചു കൊടുത്താൽ അവരെ ശരിക്കും ഫോളോ ചെയ്യും. അവരെ ഫീഡ്ബാക്ക് അവരെ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും കറക്റ്റായിട്ടും ഇത് ഉപയോഗം. ഇത് നമുക്ക് അങ്ങനെ നെഗറ്റീവ് കമൻസ് ഇതൊന്നും കിട്ടാറില്ല. കാരണം അത്രയും റിസൾട്ട്, നമ്മളെ പോലും അത്ഭുതപ്പെടുത്തിയ റിസൾട്ടാണ് ഈ സാധനത്തിനുള്ളത്. നമ്മളോട് കുറേ പ്രേക്ഷകർ ചോദിച്ചിരുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു കമൻറ്റിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട്. അതായത് മാങ്ങായിഞ്ചിയാണോ കസ്തൂരി മഞ്ഞൾ എന്നുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മൾ കമൻറ്റിലൂടെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അവരൊന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അത് കേട്ടിട്ട്. കാരണം അവരൊക്കെ മാങ്ങായിഞ്ചി മാത്രം കണ്ടിട്ടുള്ള പ്രേക്ഷകരായിരിക്കും. അവർ ഇതുവരെ കസ്തൂരി മഞ്ഞൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് അവരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കസ്തൂരി മഞ്ഞൾ കട്ട് ചെയ്ത പോർഷനും നമുക്ക് മാങ്ങായിഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് അവരെ ഒന്ന് കാണിക്കാം. ഞാനിത് നമ്മൾ നടുന്നതിന് മുന്നേ, ഇതിപ്പോൾ കയ്യിലുള്ളത് എന്താണ്? ഇത് കസ്തൂരി മഞ്ഞളാണ്. നമ്മളിത് നടുന്നതിന് മുന്നേ കുറച്ച് എടുത്തു വെച്ചായിരുന്നു. അത് മുളയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും നമുക്കത് അതിൻ്റെ കളറൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കാണുന്നില്ലേ? ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ ഒറിജിനൽ കളർ. ഇത് ക്രീം കളറാണ് ഉണ്ടാവുക. പിന്നെ ഇതുപോലെ തന്നെ ഉണ്ട് നീലക്കൂവ എന്ന് പറഞ്ഞിട്ടൊരു കൂവയുണ്ട്. പക്ഷേ നീലക്കൂവയ്ക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് ഈ ഒരു പുറത്തെ ഭാഗത്തൂടെ ഔട്ടർ ലൈനിൽ ഒരു നീല കളർ ഉണ്ടാവും. ഇതിന് ശരിക്കും ഫുൾ ക്രീം കളറാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നടുക കീറിയിട്ട് ഒന്ന് കാണിക്കാം. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ. ഇനി നമ്മൾ ആളുകൾ ഇനി നമുക്ക് മാങ്ങായിഞ്ചി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത്. മാങ്ങാഞ്ചി വലുപ്പത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലേ? വലുപ്പത്തിൽ വ്യത്യാസം. ഇത് ഒക്കെ ചുക്കി ചുളിഞ്ഞിട്ട്, കാരണം ഇത് നമ്മൾ നടുന്ന സമയം കഴിഞ്ഞു. നമ്മളിപ്പോൾ നട്ടിട്ട് തന്നെ 3 മാസം കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിന് മുന്നേ എടുത്തു വെച്ച വിത്താണ്. അതുകൊണ്ട് ഇത് ഇത്രയും ഇങ്ങനെ ആയിട്ടുണ്ട്. എന്നാലും എങ്കിൽ പോലും നമുക്കിത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കാം. കസ്തൂരി മഞ്ഞളിൻ്റെ മണം ഭയങ്കരമാണല്ലോ അല്ലേ? അതെ. കസ്തൂരി മഞ്ഞളിന് നല്ല കർപ്പൂരത്തിൻ്റെ ഒരു ഗന്ധം അനുഭവപ്പെടും. ഇത് കണ്ടില്ലേ? ഇത് മാങ്ങാഞ്ചി അല്ലേ? വേറെ ഒന്നും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിക്കാം. ശരിക്കും അതിൻ്റെ
നല്ല കിഴങ്ങാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മഞ്ഞ കളർ അതിൽ വിസിബിൾ ആവും. ഈ ഒരു പോർഷനിൽ ഇതിൽ ശരിക്കും അത് വിസിബിൾ ആവുന്നുണ്ട്. ഇതാണ് മാങ്ങ ഇഞ്ചി. ഈ മാങ്ങ ഇഞ്ചിയുടെ പ്രത്യേകത അത് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും, മാങ്ങയുടെ സ്മെല്ലായിരിക്കും. പിന്നെ അത് ഈ നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കാനും അച്ചാറിടാനൊക്കെയാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് മാങ്ങ ഇഞ്ചി എന്നുള്ള സാധനം. കാഴ്ചയിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ കിഴങ്ങൾക്ക് പെട്ടെന്ന് അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനൊന്നും കഴിയില്ല. കസ്തൂരി മഞ്ഞളിനെയും ഈ പിന്നെ മാങ്ങ ഇഞ്ചിയുടെയും കിഴങ്ങ് തമ്മിൽ കണ്ടാൽ പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ കഴിയില്ല, ഏകദേശം ഒരുപോലെ തന്നെയാണ്. പിന്നെ മണം കൊണ്ട് പെട്ടെന്ന് മാങ്ങ ഇഞ്ചിയെ തിരിച്ചറിയാം, മാങ്ങയുടെ സ്മെല്ല് സ്വാഭാവികമായിട്ടും അതിനുണ്ടാവും, പേര് പോലെ തന്നെ. ഇത് നമ്മുടെ കൃഷി ഓഫീസറാണ് അഞ്ജലി മാഡം. നിങ്ങൾ ഏത് കൃഷിഭവൻ്റെ കീഴിലാണ്? ഞങ്ങൾ പൂക്കോട്ടൂർ കൃഷിഭവൻ്റെ, മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ കൃഷിഭവൻ്റെ. അഞ്ജലി മാഡം, നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഇവരെ ഞാൻ മുന്നൊരു പ്രാവശ്യം വന്നിട്ട് ഞാൻ ഇവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഇവർ ഇത്ര വൈഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഇവർ വേറൊരു പഞ്ചായത്തിലായിരുന്നു, അവരുടെ സ്വന്തം സ്ഥലത്തായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ പഞ്ചായത്തിൽ ഇത്രയും നല്ല രീതിയിൽ ഈ മഞ്ഞൾ ഇത് ചെയ്യുമ്പോൾ, കസ്തൂരി മഞ്ഞൾ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ഇതിൻ്റെ മുന്നേ സന്ദർശിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ ഇത്? നമ്മൾ എന്താ വെച്ചാൽ ആദ്യമായിട്ട് തന്നെ ജാബിർ ഇവിടെ ഉള്ളൊരു കർഷകനായിരുന്നില്ല. അദ്ദേഹം ഇവർ രണ്ടുപേരാണ് ചെയ്യുന്നത്. കൂടുതലായിട്ടും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് ശ്രീ ജാബിറാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 5-10 ഹെക്ടറോളം മഞ്ഞൾ കൃഷി ചെയ്യുന്ന ഒരു കൃഷിഭവനാണ് പൂക്കോട്ടൂർ കൃഷിഭവൻ. പക്ഷേ ഒരു കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുള്ള, അതെ സാധാ മഞ്ഞൾ, പക്ഷേ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുള്ള അതും എത്ര സ്ഥലത്ത് ചെയ്യുന്നു, ഞാൻ വിചാരിച്ചൊരു കൗതുകത്തിന് വേണ്ടി കുറഞ്ഞൊരു സ്ഥലത്ത് ചെയ്യും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇവർ വിത്ത് നടുന്നതിൻ്റെ ആ ഒരു സമയത്ത് തന്നെ, ലാൻഡ് പ്രിപ്പറേഷൻ്റെ സമയത്തൊക്കെ, ഭൂമി ഒരുക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഇത്രയും വ്യാപ്തിയിലാണ് ഇവർ ചെയ്യുന്നത് എന്ന് കണ്ടപ്പോൾ ഒരു വളരെ അത്ഭുതം തോന്നി. കാരണം ഞാൻ ആദ്യം തന്നെ ഇദ്ദേഹത്തോട് ചോദിച്ചത്, എങ്ങനെയാണ് ഇത്രയൊക്കെ ഇത് ചെയ്താൽ ഇതിന് വല്ല മാർക്കറ്റും ഉണ്ടോ, എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇത്രയും വ്യാപ്തിയിൽ നിങ്ങൾ ഒരു കസ്തൂരി മഞ്ഞൾ പോലുള്ളൊരു പുതിയ ഇത് കൊണ്ടുവന്നാൽ ഇത് സക്സസ്ഫുൾ ആകുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഇതിന് ഡിമാൻഡ് വളരെ കൂടുതലാണെന്നാണ് ഇദ്ദേഹം അന്ന് പറഞ്ഞിട്ടുള്ളത് എൻ്റെ അടുത്ത്. ഭയങ്കര ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിരുന്നു. കാരണം ഞങ്ങളിത് ആദ്യം ചെയ്ത സമയത്തേ ഇവരിതിൻ്റെ തുടക്കത്തിൽ ചെറിയ രീതിയിലുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ വീഡിയോ കൂടി വന്നതിന് ശേഷം ഇവർക്ക് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വന്നു. പിന്നീടാണ് ഞാനും അറിഞ്ഞത് ഇത്രത്തോളം ഏകദേശം ഒരു 3 ഏക്കറോളം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. നമുക്കും അതൊരു വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇതിൽ നിങ്ങൾക്ക് കൃഷിഭവൻ മുഖാന്തരം ഇവർക്ക് എല്ലാ സപ്പോർട്ടും നൽകാൻ കഴിയുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് ഇദ്ദേഹത്തിന് ടെക്നിക്കലായിട്ടുള്ള, സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നൽകാൻ കഴിയും. പിന്നീട് എനിക്ക് തോന്നുന്നു ഇത് ചെയ്ത് കൂടുതൽ പരിചയം, അതിൻ്റേതായിട്ടുള്ള ഒരു കൂടുതൽ ആവശ്യം ഇദ്ദേഹത്തിന് വന്നിട്ടില്ല. കാരണം അത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞു ഈ ഒരു മേഖലയിൽ. ഇദ്ദേഹം തന്നെ സ്വന്തമായിട്ടുള്ള എന്താ പറയുക, ഇതിന് വേണ്ടിയിട്ടുള്ള വളപ്രയോഗ രീതികളും ഒക്കെ ഇതിനോടകം തന്നെ കണ്ടെത്തി അത് ഈ മേഖലയിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. പിന്നീട് നമുക്ക് കൃഷിഭവൻ മുഖേന ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ, നമ്മുടെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഈ സ്പൈസസ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഇഞ്ചി, മഞ്ഞൾ മുതലായിട്ടുള്ള ഇത്തരത്തിൽപ്പെട്ട വിളകളുടെ വ്യാപനത്തിനായിട്ടുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതിയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ഇപ്രാവശ്യം പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ നമ്മൾ ഈ തെങ്ങിൻ തോട്ടങ്ങളിലെ ഇടവിള കൃഷിക്ക് വേണ്ടിയിട്ടൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണത്. അപ്പോൾ ആ ഒരു പദ്ധതിയിലും നമ്മൾ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിയാവുന്ന എല്ലാ സഹായങ്ങളും. പിന്നീട് നമുക്ക് ഇനി എന്തെങ്കിലും പുതിയ പ്രോജക്ട്സുകളൊക്കെ ഇതിനു വേണ്ടി നമുക്ക് ഇന്നോവേറ്റീവ് പ്രോജക്റ്റ്, കാരണം ഈ ഒരു വിള ഇവിടെ ഉള്ള ഒരു വിളയല്ലല്ലോ, ഒരു പുതുതായിട്ടുള്ള ഒരു കാർഷിക വിളയാണ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതിന്റെ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ അതും കൂടി ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടാളും വ്യത്യസ്ത മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അതായത് അധ്യാപനമുണ്ട്, പ്ലംബിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സമൂഹവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പമാണ് നിങ്ങൾ ഈ കൃഷി ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തിരക്കുകൾക്കിടയിലും ഇത് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഈ കൃഷിയിൽ? കൃഷി ഞങ്ങളെ രണ്ടാളെ സംബന്ധിച്ചിടത്തോളം 2 വ്യത്യസ്ത മേഖലകളാണെങ്കിലും രണ്ടാളും കോമൺ ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണത്. അത് പാഷനാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സമയം ഉണ്ടാക്കി ചെയ്യുക എന്നുള്ളതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സാവകാശത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഒക്കെയാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കാര്യമായിട്ട് സഹായിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നത്തെ കാലത്ത് ആ ഒരു സപ്പോർട്ടില്ലാതെ നമുക്ക് ഇത് നല്ല ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമുക്ക് ഉള്ളത്. ഇനി ഞങ്ങളുടെ ഇപ്പം ഒരു ഭാവി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു
വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള ഒരു കമ്പനി നമുക്കത് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ട്രേഡിങ്ങും മറ്റുള്ള ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഞങ്ങൾ മിക്കവാറും ഈ ഒരു ഡിസംബറോട് കൂടിയിട്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഇനി നമുക്കത് പോകാൻ പറ്റുള്ളൂ. അത് അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് പോയെങ്കിലേ ഇനി നമുക്കത് കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവരുടെ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ കൃഷി നമ്മൾ കണ്ടു. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മളൊരു വീഡിയോ ആദ്യം ചെയ്തതിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് ഇവർക്ക് ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്യുകയും ഇവരിതിനെ നല്ല രീതിയിൽ ഈ ഒരു നിലയിലേക്ക് മാറ്റിയെടുത്തതും. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേക ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് മുന്നേ കൂട്ടി ഓർഡർ ലഭിക്കണം. ആ ഓർഡർ ലഭിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന്, ഇവർ ചെയ്യുന്നത് വളരെ പരിപൂർണമായിട്ടും ജൈവമായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവരുടെ ഈ ജോലി തിരക്കുകൾക്കിടയിലൊക്കെ ഇവർ ഇതിനെ വന്ന് പരിപാലിക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം, ഇതിൻ്റെ ഒരു മാർക്കറ്റ് കണ്ടെത്തണം. അവർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇതിൻ്റെ മാർക്കറ്റ് എവിടെ കിടക്കുമെന്ന് നമുക്കറിയില്ല, നമ്മളിതിനെ പിടിച്ചു കൊണ്ടുവരിക തന്നെ വേണം. അപ്പോൾ അത്രയും വെല്ലുവിളി നേരിടുന്ന ഈ ഒരു മേഖലയെ ഇത്രയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് ഇവരെ പോലെയുള്ള ആളുകൾ ഇത്രയും പുറം രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഇതിനെ അയക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഈ നമ്മുടെ വീഡിയോ കയ്യിലെത്തുമ്പോൾ എല്ലാ ആളുകളിലേക്കും എത്തിക്കണം. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് ഇവരെ പോലെയുള്ള ആളുകൾ ലോകമൊട്ടാകെ അറിയട്ടെ. ഇതുപോലെയുള്ള കൃഷി രീതികൾ നമ്മുടെ നാടുകളിൽ നല്ല രീതിയിൽ നിലനിൽക്കട്ടെ. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇവരെ കൂടെ ഉണ്ടാവണം. നമുക്ക് ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, നമ്മുടെ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക.